നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. കണ്ണീർ പൂക്കൾ എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അനാഥനായ തന്നെ സ്വന്തം മകനെപ്പോലെ കണ്ട ഒരമ്മയുടെ വിയോഗം താങ്ങാനാകാതെ തളർന്നു പോകുന്ന ഒരു യുവാവിൻ്റെ കരളലിയിക്കുന്ന ദുഃഖരംഗങ്ങളാണ് ഈ കഥയുടെ സാരം. കഥയിലേക്ക് പോകാം. നോക്കിയിരുന്ന് കണ്ണൊന്നടഞ്ഞുപോയി. സെറ്റിയിൽ ചാരിയിരുന്ന് പത്രം നോക്കുകയായിരുന്നു. പത്രത്തിൻ്റെ താളുകൾ നിലത്തും ടീപ്പോയിലുമായി ചിതറിക്കിടക്കുന്നു. ഉറങ്ങിപ്പോയതെപ്പോഴാണെന്ന് അറിഞ്ഞില്ല. കോളിംഗ് ബെൽ കേട്ടാണ് ഉണർന്നത്. ക്ലോക്കിൽ സമയം രാത്രി 2:30 കഴിഞ്ഞു. പെട്ടെന്ന് ബെൽ കേട്ടതും "ആരാ?" ഞാൻ ചോദിച്ചു. "ഞാനാണ്, തുറക്കടോ" എന്ന് ഇത് കേട്ടതും ഞാൻ വാതിൽ തുറന്നു. ട്രെയിൻ ലേറ്റായിപ്പോയി. അതും പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഉയരം കുറഞ്ഞ് എന്നാൽ 8-9 വയസ്സ് തോന്നിക്കുന്ന ഒരു കുറിയ ശരീരപ്രകൃതിയുള്ള ഒരു ആൺകുട്ടി. അവൻ്റെ കയ്യിൽ സതീശൻ്റെ ചെറിയ ബാഗും ഉണ്ട്. ഞാൻ ചോദ്യരൂപേണ "ഇതാരാണ്?" എന്ന് ചോദിച്ചു. "ട്രെയിനിലുണ്ടായിരുന്നൊരു കുട്ടിയാണ്. അവൻ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. തനിക്ക് ഭാവിയിൽ അവനൊരു കൂട്ടാകും." ഇതും പറഞ്ഞ് സതീഷ് അകത്തേക്ക് പോയി. എന്തു പറയണമെന്നറിയാതെ ഞാൻ ചിന്തയിലാണ്ടു. എന്തായാലും ഈ രാത്രിയിൽ അവനെ ഇറക്കിവിടാനും പറ്റില്ലല്ലോ. "കുട്ടി വല്ലതും കഴിച്ചോ?" ഞാൻ അവനോട് ചോദിച്ചു. ഉവ്വെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. അവൻ്റെ കണ്ണുകളിലെ നിസ്സഹായതയും ഭീതിയും എന്നെ തൽക്കാലം ശാന്തയാക്കി. ഞാൻ അവനെ അടുക്കളയിലെ ഒരു മൂലയിൽ പായും തലയണയും പുതപ്പും കൊടുത്ത് കിടത്തി. ഞാൻ മുറിയിൽ ചെന്നപ്പോഴേക്കും സതീഷ് ദേഹം കഴുകി കിടന്നിരിക്കുന്നു. ഞാൻ അടുത്ത് ചെന്ന് "നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അറിയാത്തൊരു കുട്ടിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരാൻ എങ്ങനെ ധൈര്യം വന്നു?" "പ്ലീസ് ഗീതു, എല്ലാം നാളെ വിശദമായി പറയാം. ഇപ്പോൾ നമുക്ക് കിടക്കാം." സതീഷ് എന്നെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. 10 മിനിറ്റിനകം കൂർക്കം വലിയും തുടങ്ങി. ഞാൻ പലതും ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. നേരം വൈകിയതുകൊണ്ട് ബ്രെഡും മുട്ടയും കാപ്പിയുമൊക്കെയായി കുട്ടികളെ സ്കൂളിൽ വിട്ടു. സതീഷിന് ചോറ് കൊടുത്ത് വിടാനുള്ള തിരക്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ കുട്ടി അടുത്തു വന്ന് എന്നോട് ചോദിച്ചു, "ഞാൻ എന്തെങ്കിലും ചെയ്തു തരട്ടെ അമ്മേ?" എന്നിട്ട് ഉള്ളി പൊളിക്കാനായി കയ്യിലെടുത്തു. ഞാൻ മൗനം സമ്മതമായി ഒന്നും പറഞ്ഞില്ല. അവൻ ഉള്ളി കഴുകി അരിഞ്ഞു, തേങ്ങ ചിരണ്ടിത്തന്നു. കണ്ടും കേട്ടും ഓരോന്നും മിണ്ടാതെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നു. അടുക്കളയിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഞാൻ കാപ്പി കൊടുത്ത് അവനത് കുടിച്ചു. അടുക്കളയിലെ പണി ഒതുക്കിയിട്ട് ഞാൻ മുറിയിൽ ചെന്നപ്പോഴാണ് സതീഷ് അവനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. ട്രെയിനിൽ എറണാകുളത്തു നിന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ നിലം തുടയ്ക്കാൻ ഓമനത്തും തുളുമ്പുന്ന മുഖമുള്ള ഒരു കൊച്ചു പയ്യൻ വന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവന് ചില്ലറ കാശ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ അതിനകത്ത് അവൻ പേടിച്ചു നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ അവൻ ധൃതിയിൽ ഇറങ്ങിപ്പോയി. പിന്നെ കണ്ടില്ല. രാത്രി തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്ന് "സാറേ, ഞാൻ സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് തരാം" എന്ന് പറഞ്ഞു. "നിന്നെക്കൊണ്ട് ഇതൊന്നും ആകില്ല കുട്ടി" എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയപ്പോൾ "സാറേ, ഞാനും കൂടെ സാറിൻ്റെ കൂടെ വന്നോട്ടെ? എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ" എന്ന് പറഞ്ഞു. അവൻ്റെ മുഖത്തെ നിസ്സഹായത കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത നൊമ്പരം തോന്നി. അപ്പോഴാണ് അവൻ്റെ കഥ അവൻ പറഞ്ഞത്. വീട്ടിൽ രണ്ടാനച്ഛൻ കുടിച്ച് ലക്കുകെട്ട് കത്തിയും കൊണ്ട് അവനെ കുത്താൻ ഓടിച്ചപ്പോൾ എങ്ങനെയോ അവൻ ഓടിയും നടന്നും പേടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ്. അയാളെ പേടിച്ച ആദ്യം വന്ന ട്രെയിനിൽ അവൻ കയറി. ട്രെയിനിലും ഒരു കഞ്ചാവ് വലിക്കുന്ന ഭ്രാന്തൻ അവൻ്റെ തുണി ഊരാൻ ശ്രമിച്ച് അവൻ്റെ ശരീരം പിടിച്ചുലച്ചു. അവനിപ്പോൾ എല്ലാവരെയും പേടിയാണ്. ഞാൻ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ ഓർത്തു, നമുക്കും 2 ആൺകുട്ടികളല്ലേ, അവരുടെ ഒപ്പം ഇവനും ഇവിടെ വളരട്ടെ എന്ന്. തനിക്കവൻ എല്ലാത്തിനും എന്നും ഒരു കൂട്ടായിരിക്കും ഗീതു. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. ഞാൻ അവനെ ഉണ്ണി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അച്ഛനെയും അമ്മയെയും 2 ചേട്ടന്മാരെയും കിട്ടി. അവനെ ഞങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. പഠിക്കുന്നതിനോടൊപ്പം അവൻ എനിക്ക് സാധനങ്ങൾ വാങ്ങിത്തരികയും അടുക്കളയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തരികയും ഒക്കെ ചെയ്തിരുന്നു. വേണ്ടെന്ന് പറഞ്ഞാലും അവൻ എന്നെ സഹായിക്കുമായിരുന്നു. അത് കണ്ട് ചേട്ടന്മാരും ആ പാത പിന്തുടരാൻ തുടങ്ങി. മൂത്തവർ 2 പേരും നന്നായി പഠിച്ച് എഞ്ചിനീയർമാരായി. ഉപരിപഠനത്തിനായി അവർ 2 പേരും അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. ഉണ്ണി 10ാം ക്ലാസ്സിൽ ഒരു തവണ തോറ്റെങ്കിലും അടുത്ത തവണ അവൻ പാസ്സായി. തുടർന്ന് ITIയിൽ ചേർന്നു. അവൻ ഡ്രൈവിംഗും പഠിച്ചു. കമ്പ്യൂട്ടർ കോഴ്സുമൊക്കെ പാസ്സായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിലുമായി. ഒരു ദിവസം രാത്രിയിൽ സതീഷിന് നെഞ്ചുവേദനയുണ്ടായി.
ഉണ്ണി കാറിൽ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ ഓടി. പക്ഷേ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുന്നതിനിടയിൽ ഒരു കാർഡിയാക് അറസ്റ്റ് കൂടി വന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. സതീഷിൻ്റെ മരണത്തോടെ എൻ്റെ പ്രസരിപ്പെല്ലാം പോയി. സ്വതവേ ശ്വാസമുട്ടുള്ളതുകൊണ്ട് മരുന്ന് എപ്പോഴും എനിക്ക് വേണം. ശ്വാസമുട്ട് കൂടുകയാണെങ്കിൽ ഉടനെ പഫ് എടുക്കേണ്ടി വരും. എന്നിട്ടും നിന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം. മൂത്തവർക്ക് പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയുമായി. ഇടയ്ക്ക് അവിടെ നിന്ന് ഫോൺ വിളികൾ മാത്രമായി മാറി. കാലങ്ങൾ മുന്നോട്ട് പോകവേ അവർ രണ്ടുപേരും കുടുംബസ്ഥരുമായി. ഒരാൾ അവിടെ തന്നെയുള്ള ഒരു അമേരിക്കക്കാരിയെയാണ് വിവാഹം കഴിച്ചത്. മറ്റേയാൾ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പഞ്ചാബി പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു. അവരുടെ ഇഷ്ടത്തിന് അമ്മ ഒരിക്കലും എതിര് നിന്നതുമില്ല. ഉണ്ണിക്ക് ജോലിക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗീതു അവനോട് പറഞ്ഞു, ഉണ്ണി, നിനക്കും ഒരു കുടുംബം വേണം. എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്കാരും ഉണ്ടാവില്ല. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. ഗീതു പലരോടും ഇതേപ്പറ്റി പറയുകയും പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മിനി ഉണ്ണിയുടെ പ്രിയതമയായി ആ വീട്ടിൽ വന്നു. കാലങ്ങൾ പിന്നിട്ടപ്പോൾ അച്ചമ്മയെ എന്ന് വിളിച്ച് ഓടി നടക്കാൻ 2 സുന്ദരി പെൺമക്കളും അവർക്കുണ്ടായി. അച്ചമ്മയെ ഒരിടത്തിരിക്കാൻ ആ കുട്ടിക്കുറുമ്പികൾ സമ്മതിക്കില്ല. കളിയും ചിരിയുമായി ജീവിതം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഗീതുവിന് കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാതെയായി. മിനിയും ഉണ്ണിയും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. തക്ക സമയത്ത് ചികിത്സ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. കിടക്കയിൽ കിടന്നുകൊണ്ട് സതീഷ് പറഞ്ഞത് ഗീതു ഓർത്തു. ഇവൻ എന്നും തനിക്കൊരു കൂട്ടാകുമെടോ. ഒരു ചെറിയ തിരുത്തോടെ ഗീതു മനസ്സിൽ പറഞ്ഞു, അവൻ മാത്രമേ ഇന്നെനിക്ക് കൂട്ടായിട്ടുള്ളൂ. അടുത്ത ദിവസം തന്നെ വീടും ചുറ്റുമുള്ള സ്ഥലവും ഗീതു ഉണ്ണിക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഉണ്ണി തടസ്സം പറഞ്ഞെങ്കിലും ഗീതു അത് സമ്മതിച്ചില്ല. ഒരു ദിവസം രാവിലെ അമ്മയ്ക്ക് എഴുന്നേറ്റ് വരാൻ പറ്റാതെയായപ്പോൾ കാപ്പിയും കൊണ്ട് മിനി മുറിയിൽ ചെന്നതാണ്. ശരീരത്തിന് ചൂട് അപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ അനക്കമില്ല. മിനി ഉറക്ക നിലവിളിച്ചു കരഞ്ഞു. ഉണ്ണി മുറിയിലേക്ക് ഓടിയെത്തി. വീട്ടിൽ വെച്ച് CPRും മറ്റും ചെയ്യാവുന്നതൊക്കെ ചെയ്തു നോക്കിയെങ്കിലും അമ്മയ്ക്ക് അനക്കമുണ്ടായില്ല. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ മരിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഉണ്ണിയുടെ തലതല്ലിയുള്ള കരച്ചിൽ അവിടെ കൂടി നിന്നവരുടെ എല്ലാം കരളലിയിച്ചു. മിനിയും കുട്ടികളും അച്ചമ്മയുടെ ശരീരം ചിതയിലേക്ക് എടുക്കാൻ സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ച് കിടന്നു. വിവരമറിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഒറ്റയ്ക്ക് പറന്നെത്തിയ 2 ആൺമക്കളും അവിടെ വെറും കാഴ്ചക്കാരായി നിന്നു. അമ്മയുടെ ശവദാഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ണി ചെയ്തിട്ടുണ്ടായിരുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ പൂജാരി ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രങ്ങൾ മക്കൾ ഏറ്റു ചൊല്ലുമ്പോഴും ഉണ്ണി കരഞ്ഞുകൊണ്ട് വാക്കുകൾ കിട്ടാതെ ഇടറിക്കരയുന്നത് കണ്ടു. ഇത് കണ്ടു നിന്നവരുടെ എല്ലാം ഹൃദയം ഉലച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.